മേയർ സ്ഥാനാർത്ഥിയായിട്ട് ആർ ശ്രീലേഖ IPSനെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങയുടെ പേര് വലിയ തോതിൽ അങ്ങനെ ഉയർത്തിക്കാട്ടുന്നില്ല? എന്തെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു ഒതുക്കലിൻ്റെ ഭാഗം അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഈ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ നടക്കാൻ പോകുകയാണ്. അപ്പോൾ ഒരു വാർഡ് ഇലക്ഷനിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങനെ അല്ല, ഞാൻ കഴിഞ്ഞ തവണയും പൂജപ്പുര വാർഡിൻ്റെ കൗൺസിലറായിരുന്നു. അതിനുശേഷമാണ് നിയമസഭയിൽ നിന്ന് വട്ടിയൂർക്കാവിൽ മത്സരിച്ചത്. ഞാൻ പറയാം, ഞങ്ങളൊക്കെ BJPയുടെ പ്രവർത്തകരാണ്. ഞങ്ങളോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. കാരണം ഞങ്ങളൊക്കെ തന്നെ വലിയൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ രാഷ്ട്രത്തിൻ്റെ ഒരു മുന്നേറ്റത്തിൻ്റെ വലിയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഞങ്ങളുടെ പ്രഖ്യാപിക്കുന്ന 101 സ്ഥാനാർത്ഥികളുടെയും ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ മുതൽ ഈ നിൽക്കുന്ന പാവപ്പെട്ട പ്രവർത്തകരൊക്കെ തന്നെ ഇവരൊക്കെ മേയറോ MLA ആയിട്ടാണ് ഈ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. എന്നെക്കാൾ കൂടുതൽ അധ്വാനിക്കുന്നത് ഇവരൊക്കെ തന്നെയാണ്. ഇവരൊക്കെ ഇവിടെ ചെയ്തു വെച്ച അടിത്തറയുടെ ബലത്തിലാണ് ഞാനിവിടെ വന്ന് മത്സരിക്കുന്നത്, ആ പാർട്ടിയുടെ അടിത്തറയുടെ ബലത്തിൽ. അപ്പോൾ ഞങ്ങൾക്ക് കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ജീവിക്കുവാൻ വേണ്ടി കോർപ്പറേഷനിൽ ഒരു സാഹചര്യം ഒരുക്കുക, അതിന് നല്ല ഭൂരിപക്ഷത്തിലുള്ള ഒരു ഭരണം എത്തിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അതിനുശേഷം ഭരണാധികാരികളാകണമെന്നൊക്കെയുള്ള ഒരു ആവശ്യമുണ്ട്.